ഈ സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങോട്ട് നടന്നു കയറുമ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഇവർ പ്രഖ്യാപിച്ചു, നിങ്ങൾ ആ അക്കടി വീഴരുതെന്ന് പറഞ്ഞു. കാര്യം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൂലക്കിരുത്താനുള്ള ഏറ്റവും നല്ല പുരസ്കാരമാണ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ആദ്യം അദ്ദേഹത്തിന് കൊടുത്തപ്പം ഒരു രീതിയിൽ ഞാൻ സന്തോഷിച്ചു, ഒരു എതിരാളി ഇല്ലാതായല്ലോ എന്ന്. അപ്പോഴാണ് ആ ആയുധം എനിക്ക് നേരെയും വരുന്നു എന്ന് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് പറഞ്ഞാൽ കണ്ടില്ലെങ്കിൽ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയണം. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സന്തോഷ്, ഈ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ വൈറലാകുന്നതുകൊണ്ട് വഴി ഇറങ്ങി നടക്കാൻ വയ്യ. ഈയിടെ കേരള വിഷനിൽ പോയി ഒരു പ്രസംഗം നടത്തിയിട്ട് വലിയ അപകടമായി. അപ്പോൾ അതുകൊണ്ട് ശേഷം വാവിട്ട വാക്ക് ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, പിന്നീട് ഇപ്പോൾ ഞാൻ ശ്വേതാമേനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയാതെ പറഞ്ഞാലും ആൾക്കാർ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് കളയാം. വലിയ അപകടമാണ്. ശ്വേതയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്കൊരു പക്ഷേ ഈ ഒരു പുരസ്കാരം വാങ്ങാൻ വരണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നടക്കാതെ പോയൊരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഈ ഫ്ലവേഴ്സ് TV സംപ്രേഷണം തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി, ഈ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകാർ തമ്മിൽ എന്തിനാ ഇത്രയും ശത്രുത? ഉള്ളടക്കത്തിൽ മത്സരിച്ചാൽ പോരെ? അവർക്ക് കാണുമ്പോൾ സംസാരിക്കാനും പത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പോലെ വൈകിട്ടൊരു കോഫി കഴിക്കാനും ഒക്കെ ഒന്നിച്ചു കൂടിക്കൂടെ എന്നുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്ലവേഴ്സ് TV അവാർഡ് പ്രഖ്യാപിച്ചു. അതിലൂടെ നമ്മൾ കുറേ ആൾക്കാരെ ആദരിക്കാൻ ശ്രമിച്ചു. കുറേ ചാനലുകാർ വന്നു, കുറച്ച് ചാനലുകാർ വന്നില്ല. പക്ഷേ ഈ ഒരു 10 കൊല്ലത്തിന് ശേഷം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയി. ഇപ്പോഴും ഈ ചാനലുകളിൽ തമ്മിലുള്ള മത്സരമോ കുടിപ്പകയോ കുന്നായ്മയോ ഒന്നും കളയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പരസ്യ വരുമാനമൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പം ശത്രുത കൂടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ചായ കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്ക് KTF എന്നൊരു സംഘടനയൊക്കെ ഉണ്ട്. സംഘടനയിലൊക്കെ പോയിരുന്ന് ചായ കുടിക്കുന്നതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കാരണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒന്നിച്ച് ചായ കുടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള ഒരു നാട്ടിൽ നമുക്കെന്തുകൊണ്ട് അതൊക്കെ കഴിയുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അതിന് അമൃത TV നടത്തിയൊരു ചുവടുവയ്പ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും വളരെ നന്നായി. ചാനലുകൾ ഏതായാലും പരിപാടി നന്നായാൽ മതി എന്ന് പറയുന്ന പുതിയ സൂത്രവാക്യം കൊണ്ട് ആളുകൾ പരസ്പരം ബഹുമാനിക്കട്ടെ, പരസ്പരം ആദരിക്കട്ടെ എന്നാണ് അമൃത TVക്ക് പ്രത്യേകിച്ചും. നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് സ്വകാര്യം എന്ന് പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരാളിൻ്റെ പേര് പറയേണ്ടി വരികയാണെങ്കിൽ അയാളുടെ പേരൊഴിച്ചെല്ലാം പറയും. അതേസമയം ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ പേര് തന്നെ ഒരു സ്ഥലത്ത് ഒരു വേറൊരു ചാനലിൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ പറയാതിരിക്കും. എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ അന്തരിച്ചു, ഒരു യുഗം അവസാനിച്ചു. ഒരു യുഗമൊക്കെ വെറുതെ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ അന്ന് പറയാൻ വെച്ച കാര്യങ്ങളിൽ ഒരു 100-1 ഇന്ന് പറഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര ലോകമൊക്കെ കണ്ട മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യം, കേരളം പോലും പൂർണ്ണമായിട്ട് കണ്ടില്ല, ഇനിയാണ് നമ്മൾ ലോകം മൊത്തം കാണുന്നതെന്ന് ആലോചിക്കും. അങ്ങയുടെ പുരസ്കാരം തന്നതിന് അങ്ങേക്ക് നന്ദി. എല്ലാവർക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശ്വേതാ മേനൻ എന്ന വ്യക്തി മലയാളികളെ എന്താ പറയുക കാണിച്ചു കൊടുത്തത്, അല്ലാതെ ഈ ഒരു വ്യക്തിൻ്റെ ഈ ഭാഗമും ഉണ്ട് എന്ന് ശ്രീയേട്ടനാണ്. എന്ത് ഇതിന് വൈറലാവാൻ ഞാൻ റെഡിയാണ്. അതെ, എനിക്ക് ഭയങ്കര ഐ എം സോ പ്രൗഡ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തന്ന ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്കൊരു റിയാലിറ്റി ഷോ തന്നത്. അത് എനിക്ക് തോന്നുന്നു അത് എന്താ പറയുക 3-4 സീസൺ നമ്മൾ ചെയ്തത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് വിഷനറി. മൂപ്പർക്ക് അറിയാം എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, മിക്ക ഹിന്ദിയും ഇംഗ്ലീഷെല്ലാം ആണ് വരിക. പക്ഷേ ഹീ സെഡ് അതാണ് നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ടത്, ഇതാണ് ഫ്യൂച്ചർ ജനറേഷൻ. അങ്ങനെയാണ് ശ്രീയേട്ടൻ എന്നെ ഈ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷേ അതിന് ശ്വേത എനിക്ക് തിരിച്ച് ഒരു സമ്മാനം തരികയും ചെയ്തു. വലിയ അപകടമായിപ്പോയി. മഴവിൽ മനോരമയിലെ ലൈവ് പരിപാടിയിൽ എനിക്കൊന്ന് ശ്വേത ആരെയോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നുള്ള കാര്യം ചർച്ച ചെയ്യായിരുന്നു. അത് സ്നേഹം കൊണ്ട് ശ്വേത മിഥുൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അപ്പം ഞാൻ ഒരു കോമഡി ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാതെ പറഞ്ഞു, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നമുക്കെന്താ കുഴപ്പം, ചാടി വന്ന് കെട്ടിപ്പിടിച്ച് ലൈവല്ലേ, എനിക്ക് വല്ലതും പറയാൻ പറ്റൂ, എന്നിട്ട് വിടുന്നില്ല. ഞാൻ ലൈവ് പോവാണ്, ലൈവ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. താങ്ക് യു.